കഴിയട്ടെ, 5 വർഷം കഴിയട്ടെ. ഈ പറയണ ഉമ്മ 16ാമത്തെ വയസ്സിൽ കെട്ടി വന്ന് പ്രസവിച്ച ഉമ്മയാ. ഇതാ പറയണത്, മക്കൾക്ക് പ്രായമായി തുടങ്ങി, അവർക്ക് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം തോന്നി തുടങ്ങി, സ്വഭാവങ്ങളിൽ മാറ്റം കണ്ടു തുടങ്ങി. അപ്പൊ ഇത് മനസ്സിലാക്കണം, നിങ്ങൾ ചോറല്ലേ തിന്നണത്, ഓക്ക് ആഗ്രഹം തോന്നി തുടങ്ങി, കെട്ടിച്ച് വിട്ടേക്കണം, ഇല്ലെങ്കിൽ നിനക്ക് കെട്ടിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, അല്ലാഹുവേ പടച്ചവനെ, ഒളിച്ചോട്ടം വല്ലാതെ വർദ്ധിക്കുന്ന കാലവാ. ഒളിച്ചോട്ടം വല്ലാതെ വർദ്ധിക്കുന്നത് ഉമ്മയല്ലേ ആദ്യം ഓടിക്കാണിക്കുന്നത്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന മക്കളോട് ഇരുന്ന കാലം മാറിയിട്ട് ഇന്ന് 3ഉം 4ഉം പെറ്റ തള്ളമാര് പോലും ഓടുന്ന കാലവാ. എന്തേ എന്റെ പ്രിയമുള്ളവര്, എന്തേ ഇതിന്റെ കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവേ പടച്ചവനെ, മാതാപിതാക്കളെ ചതിക്കുന്ന മക്കള് എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ഉപ്പമാരോട്, പെമ്മക്കളുള്ള വാപ്പമാരോട് ഓർമ്മപ്പെടുത്തുകയാ. സ്വന്തം മകളോട് സ്നേഹത്തോട് ചോദിക്കണം, രജിസ്റ്റർ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ? മക്കളോട് ചോദിക്കേണ്ട കാലവാ. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞിട്ടാണോ നിക്കണേന്ന്. കാരണം കാഞ്ഞ ബുദ്ധിയാ നമ്മുടെ പെമ്മക്കൾക്ക്. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഈ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നെ ഒരു വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. ഉസ്താദെ, ചോറുണ്ണാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് പൊക്കിയിട്ട് പോയ, ചോറിനാൻ വിട്ടില്ല, കഴിക്കാൻ പോലും വിട്ടില്ല, അത്യാവശ്യമാ. എന്നെ വിളിച്ചൊരു വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ നോക്കുമ്പോ പടച്ചോനെ, ഉമ്മയും വാപ്പയും മണ്ണെണ്ണയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു സൈഡിൽ നിൽക്കുന്നു. റൂമിനകത്ത് 19 വയസ്സുള്ള മകള് ബാഗും പിടിച്ചു നിൽക്കുന്നു. സാഹചര്യം എനിക്ക് മനസ്സിലായി, എന്തേന്ന് കാര്യം മനസ്സിലായി. വീടിനകത്ത് കയറി ചെന്നു, വീടിനകത്ത് കടന്നു ചെന്നു. പടച്ചോനെ, മോള് ഒന്ന് ചാടി, ആരും കണ്ടില്ല, പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്ക. ഒന്ന് ചാടി, മഴ പെയ്തത് കാരണം ആരും കണ്ടില്ല, പിടിച്ചോണ്ട് വന്ന് വീട്ടിൽ ഇരുത്തിക്ക. അവള് ബാഗ് എടുത്തിട്ട് നിൽക്കുന്നു, വാപ്പയും ഉമ്മയും മണ്ണെണ്ണയും വെച്ചിട്ട് നിൽക്കുന്നു. ഇവൾ ഇറങ്ങിയ ഇപ്പം ചാവും, ഇവക്ക് പോകണം. എന്നെ ആ എരുതിയിലാ കൊണ്ടിട്ടത്, ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ഇങ്ങനെ കയറിയിരിക്ക. അള്ളാഹു പടച്ചോനെ, ഈ ഉമ്മ പറയണം, ഉസ്താദേ, ഇവള് പോയാ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ രണ്ടുപേരും മരിക്കും. അവൾ അപ്പോഴും പറയാം, എനിക്ക് പോകണം. അതും മുസ്ലിം അല്ല, അമുസ്ലിമായി ചെറുപ്പക്കാരെ. അവസാനം ഈ ഉമ്മ പറഞ്ഞു, ഞങ്ങള് മരിച്ച ഇവളെ മയ്യത്ത് കാണാൻ പോലും ഉസ്താദെ അനുവദിക്കരുത്. അപ്പോഴാ പെണ്ണ് പറയും, അതിന് ആര് വരുന്നു കാണാൻ? അതിന് ആരാ വരുന്നത്? നിങ്ങള് മരിച്ച കാണാൻ ആരാ വരുന്നത്? അല്ലാഹുവേ പടച്ചവനെ, ഇങ്ങനെയൊക്കെ ചർച്ചയായി. ഇവള് എഴുന്നേറ്റിട്ട് ഇറങ്ങാൻ പോവാ. അപ്പത്തേക്ക് വാപ്പ കയറി പിടിച്ചു, വാപ്പാനെ തല്ല. പിന്നെ എന്റെ അവസ്ഥ ആലോചിക്കേ. വാപ്പ കയറിയിട്ട് പോകല്ലേ എന്ന് പറഞ്ഞപ്പോ മാറി പിടിച്ച് തെള്ളിക്കളഞ്ഞിട്ട് ബഹളം വെക്ക. അവസാനം ഞാൻ ഈ പെണ്ണിനോട് 8ാമത്തെ അടവെന്ന രീതിയിൽ ഞാൻ ഈ പെണ്ണിനോട് പറഞ്ഞു, മോളെ, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പോകുന്നതിന് മുമ്പ് നിന്റെ വാപ്പയും ഉമ്മയും മരിച്ചു എന്ന് എഴുതി വെച്ചിട്ട് പൊക്കോളാം. അവൾ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. എന്നോട് ചോദിച്ച മറുപടി എന്തെന്നറിയോ? ഞാൻ പറഞ്ഞു, നിന്റെ വാപ്പയും ഉമ്മയും മരിച്ചു, ഇന്നത്തോടുകൂടി ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ തീർന്നു എന്ന് എഴുതി വെച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോ അവള് ചോദിച്ചു, എവിടെയാണ് എഴുതേണ്ടതെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എവിടെയാണ് എഴുതേണ്ടതെന്നാ ചോദിച്ചേ. നമ്മുടെ മക്കളുടെ എന്നത്തെ അവസ്ഥ. കാരണം ഉമ്മച്ചി ഇത് മൊത്തവും കാണിച്ചു കൊടുത്തവളാ. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, മക്കളെ നന്നാക്കണമെങ്കിൽ എവിടുന്ന് നന്നാക്കണം? മക്കളെ നന്നാക്കണമെങ്കിലേ 10ഉം 18ഉം വയസ്സാകുമ്പോഴല്ല നന്നാക്കാൻ നിൽക്കേണ്ടത്. അത് ആദ്യമേ ചിന്തിക്കണമായിരുന്നു. മക്കളെ നന്നാക്കണമെങ്കിൽ നേരത്തെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ ചില ആൾക്കാരെ നോക്കിയിട്ട് പറയും 4 മക്കളുണ്ട്, 4 നന്നായി. ചില കുടുംബത്തിൽ നോക്കിയിട്ട് പറയും 4 മക്കളുണ്ട്, 4 പേരും നന്നായി. എന്നാ പറയും, ഒരുത്തൻ മാത്രം തലതിരിഞ്ഞു പോയല്ലോ. രണ്ടും പറയാറുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുത്തൻ തലതിരിഞ്ഞു പോയി, ബാക്കിയുള്ളതൊക്കെ നന്നായി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഇന്നല്ലാഹ അസ്തഫാ ലി ആദമ വ നൂഹ ഖുർആൻ പറഞ്ഞു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാ ലി ആദമ വ നൂഹ വ ആല ഇബ്രാഹീമ. ഖുർആൻ പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തെരഞ്ഞെടുത്തു, നൂഹ് നബിയെ തെരഞ്ഞെടുത്തു, പക്ഷേ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ തെരഞ്ഞെടുത്തു. 3 കാര്യമാണ് പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ, ആദം നബിയെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു, കുടുംബത്തെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞില്ല. അതിന്റെ കാരണം എന്തേ? ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ 20 പ്രാവശ്യം പ്രസവിച്ചു, 40 മക്കളുണ്ടായി, ഇരട്ട കുട്ടികളായിരുന്നു. ഈ 40 മക്കളിൽ ഒരുത്തൻ തലതിരിഞ്ഞു പോയി എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഒരുത്തൻ തലതിരിഞ്ഞു പോയപ്പോ വാപ്പാനെ തെരഞ്ഞെടുത്തു, കുടുംബത്തെ വിട്ടു. നൂഹ് നബി അലൈഹിസ്സലാം 980 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബി, അല്ലാഹു പറഞ്ഞു, നൂഹ് നബിയെ ഞാൻ തെരഞ്ഞെടുത്തു, കുടുംബത്തെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞില്ല. കാരണം ആ കുടുംബത്തിലുണ്ടായിരുന്നു ഒരു തലതിരിഞ്ഞവൻ. തൂഫാൻ എന്ന് പറയുന്ന വെള്ളത്തിൽ മുങ്ങിച്ചാകുമ്പോ വാപ്പ വിളിച്ചു, അടാ മോനെ കേറടാ. ഞാൻ വരൂല്ല, കണ്ട പർവ്വതത്തിന്റെ മുകളിൽ കയറി ഞാൻ പോ, നിങ്ങൾ ഇങ്ങടെ പണി നോക്കാൻ.